നമ്മുടെ യാത്രാ സ്വപ്നങ്ങളിൽ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. കോടമഞ്ഞു പുതച്ച പുൽമേടുകൾക്കിടയിലൂടെ പതുക്കെ നടന്നു നീങ്ങുന്ന ഒരു കൊമ്പൻ കാണ്ടാമൃഗം. ഈ ദൃശ്യം നേരിൽ കാണണമെങ്കിൽ നിങ്ങൾ അസമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിലേക്ക് തന്നെ പോകണം. പ്രകൃതിയും വന്യജീവികളും ഇത്രമേൽ ഇണങ്ങിച്ചേർന്ന മറ്റൊരു ഇടം ഇന്ത്യയിൽ വേറെയുണ്ടോ എന്ന് സംശയമാണ്. ബ്രഹ്മപുത്ര നദിയുടെ തടങ്ങളിൽ ഏകദേശം 430 ചതുരശ്ര കിലോമീറ്ററിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനം വെറുമൊരു ദേശീയോദ്യാനമല്ല, മറിച്ച് വംശനാശത്തിന്റെ വക്കിൽ നിന്ന് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ തിരികെ പിടിച്ച വിജയഗാഥയുടെ അടയാളം കൂടിയാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കാസിരംഗ കാഴ്ചകളുടെ വലിയൊരു വിരുന്നാണ് സന്ദർശകർക്കായി ഒരുക്കിവെച്ചിരിക്കുന്നത്. കാസിരംഗയിലെ ഏറ്റവും മനോഹരമായ അനുഭവം അവിടുത്തെ പുലർക്കാലങ്ങളാണ്. വെളിച്ചം വീണു തുടങ്ങുന്നതേയുള്ളൂ, ചുറ്റും മൂടൽമഞ്ഞാണ്. കാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടുവകളെയും കാട്ടുപോത്തുകളെയും തേടിയുള്ള ആ യാത്ര ആവേശം നിറയ്ക്കുന്നതാണ്. ബിഗ് 5 എന്ന് വിളിക്കപ്പെടുന്ന കാണ്ടാമൃഗം, കടുവ, ആന, കാട്ടുപോത്ത്, ചതുപ്പുമാൻ എന്നിവയെ ഒരേ സ്ഥലത്ത് കാണാൻ കഴിയുന്ന അപൂർവ ഇടങ്ങളിൽ ഒന്നാണിത്. പക്ഷി നിരീക്ഷകർക്ക് കാസിരംഗ ഒരു സ്വർഗമാണ്. കാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടുവകളെയും കാട്ടുപോത്തുകളെയും തേടിയുള്ള ആ യാത്ര ആവേശം നിറയ്ക്കുന്നതാണ്. ബിഗ് 5 എന്ന് വിളിക്കപ്പെടുന്ന കാണ്ടാമൃഗം, കടുവ, ആന, കാട്ടുപോത്ത്, ചതുപ്പുമാൻ എന്നിവയെ ഒരേ സ്ഥലത്ത് കാണാൻ കഴിയുന്ന അപൂർവ ഇടങ്ങളിൽ ഒന്നാണിത്. പക്ഷി നിരീക്ഷകർക്ക് കാസിരംഗ ഒരു സ്വർഗമാണ്. ബ്രഹ്മപുത്രയുടെ കൈവഴികളിലും ചതുപ്പുനിലങ്ങളിലും വന്നിറങ്ങുന്ന ദേശാടന പക്ഷികൾ കാടിന് സംഗീത സാന്ദ്രമാക്കും. പെലിക്കണുകളും കഴുകന്മാരും വിവിധയിനം കൊക്കുകളും ഇവിടെ സ്വൈര്യമായി വിഹരിക്കുന്നു. കാസിരംഗ സന്ദർശിക്കുന്നവർക്ക് വെറും വന്യജീവികളെ മാത്രമല്ല കാണാനുള്ളത്. അവിടുത്തെ ഓർക്കിഡ് പാർക്ക് അസമിലെ സാംസ്കാരിക വൈവിധ്യത്തെയും സസ്യസമ്പത്തിനെയും പരിചയപ്പെടുത്തിത്തരും. നൂറുകണക്കിന് ഓർക്കിഡുകൾക്ക് പുറമെ അസമിലെ പരമ്പരാഗത ഭക്ഷണത്തിന്റെ രുചിയും അവിടുത്തെ തനത് നൃത്തരൂപങ്ങളും ഈ യാത്രയെ പൂർണ്ണമാക്കും. മഴക്കാലത്ത് ബ്രഹ്മപുത്ര നദി കവിഞ്ഞൊഴുകി കാസിരംഗയുടെ വലിയൊരു ഭാഗം വെള്ളത്തിനടിയിലാകും. അതുകൊണ്ട് തന്നെ മെയ് മുതൽ ഒക്ടോബർ വരെ ഇവിടെ സന്ദർശിക്കാൻ കഴിയില്ല. നവംബർ മാസത്തിൽ പാർക്ക് തുറക്കുന്നതോടെ സഞ്ചാരികളുടെ തിരക്കേറുന്നു. ഏപ്രിൽ മാസം വരെയാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. കാടിന്റെ വന്യതയും പ്രകൃതിയുടെ ശാന്തതയും ഒരുപോലെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഇടമാണ് കാസിരംഗ. അവിടെ നിങ്ങൾ